Hi friends, welcome to Toppers World. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 3 EVS 4th ചാപ്റ്റർ ആണ്. ചാപ്റ്ററിൻ്റെ പേര് The Power of Cleanliness. The Power of Cleanliness 4th ചാപ്റ്ററിലേക്ക് പോവാം. നമുക്ക് നോക്കാം. The power of cleanliness. ഇവിടെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താണെന്ന് നോക്കാം. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ക്ലീൻലിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹെൽത്തി ലൈഫ്. ഹാവൻറ്റ് യു? പ്ലീസ് ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്. അപ്പോൾ ഈ ഡോക്ടർ ഈ പിള്ളേരോട് പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്ലീൻലിനെസ്, ശുചിത്വം എന്ന് പറയുന്നത് നമുക്കൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. The doctor handled a class on personal hygiene for the students. It was organized by the school parliament. സ്കൂൾ പാർലമെൻറ്റ് ഓർഗനൈസ് ചെയ്ത ഒരു പേഴ്സണൽ ഹൈജീനിൻ്റെ ക്ലാസ് ഈ കുട്ടികൾ അറ്റൻഡ് ചെയ്തു. ആൻഡ് ദ ചിൽഡ്രൻ ആസ്ക്ഡ് മെനി ഡൗട്ട്സ്. കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ദ ഡോക്ടർ ക്ലിയർഡ് ഓൾ ദെയർ ഡൗട്ട്സ്. ഡോക്ടർ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് കൊടുത്തു. ലെറ്റ് us read what Alan wrote in his notebook after participating in the class. അപ്പോൾ അതിൽ അലൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എഴുതിയ ഒരു കാര്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. There are chances that our hands go dirty while we play or do other activities. ഓക്കെ, അപ്പം നമ്മളുടെ കൈ അഴുക്കാവുമല്ലോ നമ്മൾ കളിക്കുമ്പോഴോ വേറെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴോ ഒക്കെ അല്ലേ. ജേംസ് വിൽ ബി ഡിസ്ട്രോയ്ഡ് വെൻ വി വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സോപ്പ് വെച്ച് കൈകൾ കഴുകിക്കഴിഞ്ഞ് ജേംസ് നശിച്ചു പോകും, അണുക്കൾ നശിച്ചു പോകും എന്നുള്ളത്. ഇത് ആ കുട്ടി അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് നോക്കൂ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ട് അതിലെന്താ അവർ പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. യു ജസ്റ്റ് കെയിം ഫ്രം ദ സ്കൂൾ, ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ് വിത്ത് സോപ്പ്. ഈ അമ്മയായിരിക്കും ഇത്. അമ്മ പറയുകയാണ്, നീ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിരിക്കുകയല്ലേ, പോയി നിൻ്റെ കൈകളും ഫേസും സോപ്പ് വെച്ച് വാഷ് ചെയ്യൂ. അടുത്തത്, വൈ ഡസ് ദ ടീച്ചർ ടെൽ us ടു വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. കുട്ടിയുടെ ഡൗട്ടാണ്, ടീച്ചർ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇതെല്ലാം ഹൈജീൻ്റെ ഭാഗമാണ് അല്ലേ, ജേംസ് നശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഹാവ് യു സീൻ ദ പിക്ചേഴ്സ്? ഓൺ വാട്ട് ഒക്കേഷൻ ഷുഡ് ബി വാഷ് ആൻഡ് ക്ലീൻ അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. അപ്പോൾ ഈ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കൈകൾ കഴുകേണ്ട സാഹചര്യങ്ങൾ, ഒക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് 4 അവർ തന്നിട്ടുണ്ട്. ബിഫോർ ഈറ്റിംഗ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്, ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം, ആഫ്റ്റർ ട്രാവൽ ചെയ്തതിന് ശേഷം. ഇനി 2 നമ്മൾ എഴുതണം. നമുക്ക് നോക്കാം. ആഫ്റ്റർ ടച്ചിങ് ആനിമൽസിനെ ടച്ച് ചെയ്തതിന് ശേഷം, അതുപോലെ തന്നെ ആഫ്റ്റർ കഫിങ് ആൻഡ് സ്നീസിങ്, അതായത് നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ, തുമ്മലോ ചുമയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കയ്യിലല്ലേ ആവുക, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകൾ കഴുകണം. ഓക്കെ. പിന്നെ ആഫ്റ്റർ ടച്ചിങ് ഗാർബേജ്, ഈ വേസ്റ്റൊക്കെ നമ്മൾ ഗാർബേജൊക്കെ എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിന് ശേഷം കൈകൾ കഴുകണം. ഓക്കെ. അടുത്ത ടോപ്പിക്, ക്ലീൻ ഹാൻഡ്സ്. ഫ്രണ്ട്സ്, ആർ യുവർ ഹാൻഡ്സ് ക്ലീൻ? ഷോൾ വി ചെക്ക്? നിങ്ങളുടെ കൈകൾ ക്ലീൻ ആണോ? നമുക്ക് ചെക്ക് ചെയ്യാം. അവർ ചെക്ക് ചെയ്യാൻ ഒരു ഇതിവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ, ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് ഓൺ ദ ടേബിൾ. ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് അതിനെ ഒരു ടേബിളിന് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. Take an empty bucket to collect water used for hand washing. Let the students wash their hands into the bucket. എന്നിട്ട് നമ്മൾ കൈകൾ കഴുകിയിട്ട് വേറൊരു ബക്കറ്റിലേക്കാണ് ഒഴിക്കുന്നത്. ഒരു എംപ്റ്റി ബക്കറ്റ് എടുത്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക. ആഫ്റ്റർ എവ്രി വൺ ഹാസ് വാഷ്, ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ദി ഹാൻഡ് വാഷിംഗ് ബക്കറ്റ്. നമ്മൾ കൈ കഴുകിയ ആ വേസ്റ്റ് വാട്ടർ ഇല്ലേ, അതെടുക്കുക. എല്ലാവരും കൈ കഴുകിയതിന് ശേഷം അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുക്കുക. ആൻഡ് പ്ലേസ് ഇറ്റ് നിയർ ദ അതർ ഗ്ലാസ് ഓഫ് വാട്ടർ ഓൾറെഡി കെപ്റ്റ് ദെയർ. നമ്മൾ ഓൾറെഡി ഒരു ബക്കറ്റ് വെള്ളം എടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം അതിൽ നിന്നെടുത്ത് കൈ കഴുകിയ ഈ വേസ്റ്റ് വാട്ടറിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് മാറ്റി വെച്ചു. 2 ഗ്ലാസും കൂടി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്? എന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരെണ്ണം അഴുക്ക് വെള്ളം ആയിരിക്കും, അതിൽ ഒരുപാട് അണുക്കളും ഉണ്ടാവും.
അതുകൊണ്ടാണ് കൈകൾ ഹൗ ഡു യു വാഷ് യുവർ ഹാൻഡ്സ് നൗ, അപ്പം എങ്ങനെയാണ് കൈകൾ കഴുകിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഹൗ ഷുഡ് യു വാഷ് യുവർ ഹാൻഡ്സ് ടു മേക്ക് ദം ക്ലീൻ, എങ്ങനെ കൈ കഴുകിയാൽ നമ്മുടെ കൈകൾ ക്ലീൻ ആവും. ഒബ്സർവ് ദി വേരിയസ് സ്റ്റേജസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ഇലസ്ട്രേറ്റഡ് ഇൻ ദ പിക്ചർ. കൈകൾ എങ്ങനെ കഴുകണം എന്നുള്ളതാണ് കേട്ടോ ഈ പിക്ചേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദ സോപ്പ്, ആദ്യം നനയ്ക്കുക കൈ, എന്നിട്ട് സോപ്പ് അപ്ലൈ ചെയ്യുക. ദെൻ റബ് പാംസ് ടുഗെദർ ആൻഡ് ക്ലീൻ ദം, ഈ ഉള്ളിലെ കൈയൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്യുക, നന്നായി ഉരച്ച് ക്ലീൻ ചെയ്യുക. ദെൻ ക്ലീൻ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്, കൈയുടെ ബാക്കും നന്നായിട്ട് ക്ലീൻ ചെയ്യുക, കൈകളുടെ ഇടയിലുള്ള ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. റബ് ദ നെയിൽസ് ആൻഡ് ദ ഫിംഗർ ടിപ്സ് ഓൺ ദ പാം ടു ക്ലീൻ ദം, നെയിൽസും റബ്ബ് ചെയ്ത് കൊടുക്കുക, ഫിംഗറിൻ്റെ ടിപ്സ് വിരലുകളുടെ ടിപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ദ ഫിംഗേഴ്സ് ആൻഡ് റിസ്റ്റ് ബൈ റബ്ബിങ് ദം ഇൻ എ സർക്കുലർ വേ യൂസിങ് ദ അതർ ഹാൻഡ്. ഒരു കൈ അടുത്ത കൈ ഉപയോഗിച്ച് നമ്മൾ നന്നായി റബ്ബ് ചെയ്ത് റിസ്റ്റൊക്കെ നന്നായി റബ്ബ് ചെയ്ത് കഴുകുക. വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ പ്യുവർ വാട്ടർ ആൻഡ് വൈപ്പ് ദം വിത്ത് ക്ലീൻ ക്ലോത്ത്. പ്യുവർ വാട്ടർ ഉപയോഗിച്ച് തന്നെ കൈകൾ കഴുകുക, എന്നിട്ട് നല്ലൊരു ക്ലീൻ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം തുടച്ച് കളയുക. ഓക്കെ, അടുത്തത് See, my hands are clean. I have trimmed and cleaned my nails. ഈ കുട്ടി എന്താ പറയണത്, എൻ്റെ കൈകൾ നോക്കൂ ക്ലീൻ ആണ്, ഞാൻ എൻ്റെ നഖമൊക്കെ വെട്ടി കളഞ്ഞു. കണ്ടോ, കുട്ടിക്ക് നഖമൊന്നുമില്ല, ചെറുതാക്കി നഖം വെട്ടിയിട്ട്. ആൻഡ് യു ഷുഡ് ട്രിം ആൻഡ് ക്ലീൻ ദ നെയിൽസ് ടു മേക്ക് യുവർ ഹാൻഡ്സ് പെർഫെക്റ്റ്ലി ടൈഡി. അതർവൈസ് ദ dirt that piled up under the nails will reach your stomach with food. എന്താ ഇവിടെ പറയണത്, നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കൈകളിലെ നഖങ്ങൾ ഒന്നിൽ ഷോർട്ടാക്കുക, ട്രിം ചെയ്യുക, ക്ലീൻ ചെയ്ത് കൊടുക്കുക പെർഫെക്റ്റ്ലി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ നഖത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചളികളൊക്കെ എന്ത് ചെയ്യും, അണുക്കളെല്ലാം നമ്മുടെ വയറിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ അങ്ങോട്ട് അകത്തേക്ക് പോകും, അസുഖങ്ങളൊക്കെ വരും. അലൻ ഹാസ് റിട്ടൺ ഡൗൺ ദ ഐഡിയാസ് ദ ഡോക്ടർ ഗേവ് ഹിസ് ഫെല്ലോ സ്റ്റുഡൻസ്. ലെറ്റ് us read. അലൻ ഡോക്ടർ അവനോട് പറഞ്ഞ്, അല്ലെങ്കിൽ ഡോക്ടർ അവിടെ നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ട ഡോക്ടർ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ കുട്ടികളുമായിട്ട്, ആ ഐഡിയാസ് എല്ലാം അലൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എഴുതി വെച്ചിട്ടുണ്ട്. ഡു നോട്ട് വിയർ ഡേർട്ടി ഓർ വെറ്റ് ക്ലോത്ത്സ്. അഴുക്കുള്ളതും നനഞ്ഞതുമായ ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക. ജേംസ് വിൽ ഗ്രോ ഇൻ ദം, അതിൽ ജേംസ് വളരും. യു വിൽ ക്യാഷ് ഡിസീസസ് ലൈക്ക് സ്കാബീസ് ആൻഡ് റാഷ്. നിങ്ങൾക്ക് അതുമൂലം അസുഖങ്ങൾ വരും. യു ഷുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ. രാവിലെയും അതുപോലെ രാത്രി ഭക്ഷണത്തിന് ശേഷം ബ്രഷ് ചെയ്യുക. ദ ടീത്ത് വിൽ ഗെറ്റ് ഡാമേജ്ഡ് അതർവൈസ്, അല്ലെങ്കിൽ പല്ലുകൾ ഡാമേജ് ആവും, പല്ലുകൾ കേടുവരും. ആൻഡ് വൈ ഷുഡ് വി വിയർ മാസ്ക്. അടുത്തത് എന്തിനാണ് നമ്മൾ മാസ്ക് ഇടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ്ക് ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? അലൻ ഫർഗട്ട് ടു റൈറ്റ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഹെൽപ്പ് ഹിം. അപ്പോൾ അലൻ ഇതിനുള്ള ആൻസർ എഴുതിയിട്ടില്ല, നിങ്ങളോട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവേ നമുക്കറിയാം മാസ്ക് എന്തിനാണ് ഇടുന്നത്. മാസ്ക് ഇടുന്നതിലൂടെ നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും പുറത്തുള്ള രോഗാണുക്കൾ അകത്തേക്ക് കടക്കുന്നത് തടയും, അല്ലെ, പ്രിവെൻറ്റ് ചെയ്യും. നമുക്ക് പൊല്യൂഷൻസ് ഒന്നും ശ്വസിക്കേണ്ടതായിട്ട് വരില്ല, പൊടിയൊന്നും മൂക്കിൽ കൂടെയും വായിൽ കൂടെയും കയറി പോവില്ല, അസുഖങ്ങൾ പകരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ. അപ്പം നമുക്കതിൻ്റെ ആൻസേഴ്സ് നോക്കാം. പ്രിവെൻറ്റ്സ് യു ഫ്രം ഗെറ്റിംഗ് സിക്ക്. അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രിവെൻറ്റ്സ് ഫ്രം ദ റിസ്ക് ഓഫ് എയർ പൊല്യൂഷൻ. അതുപോലെ എയർ പൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, വായു മലിനീകരണം, നമ്മുടെ എയറൊക്കെ ഭയങ്കര പൊല്യൂട്ടഡ് ആണ് നമ്മുടെ ചുറ്റുമുള്ള, അതിൽ നിന്നൊരു പരിധിവരെ നമ്മളെ രക്ഷിക്കും മാസ്ക്. പ്രൊട്ടക്ട്സ് ഫ്രം വൈറസസ് എൻറ്ററിങ് വൈൽ ബ്രീത്തിങ്. നമ്മൾ ശ്വസിക്കുമ്പോൾ മൂക്കിലൂടെയൊക്കെ വൈറസും ബാക്ടീരിയയൊക്കെ കയറും, ആ കയറുന്നത് ഒരു പരിധിവരെ മാസ്ക് ഇട്ടാൽ തടയാൻ പറ്റും. ഓക്കെ, അടുത്തത് ക്ലീൻ ടീത്ത്. യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് യുവർ ടീത്ത്, ഡോണ്ട് യു? നമുക്കറിയാം പല്ല് തേക്കുന്നത് എന്തിനാണ്, നമ്മൾ ബ്രഷ് ചെയ്യണത് എന്നുള്ള അറിയാൻ പറ്റും. ഡു വി ബ്രഷ് യുവർ ടീത്ത് പ്രോപ്പർലി? നമ്മൾ നമ്മുടെ ബ്രഷിങ് കറക്റ്റായിട്ട് തന്നെയാണോ ചെയ്യാറ്, പ്രോപ്പറായിട്ട് തന്നെയാണോ? ഇത് നോക്കൂ, എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്നുള്ള ഒരു 6 ഫിഗർ ഇവരിവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ, ഹോൾഡ് ദി ബ്രഷ് സ്ലാൻറ്റഡ്. ബ്രഷ് ഈ പൊസിഷനിൽ വെക്കുക, കണ്ടല്ലോ. എന്നിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ്, മേലോട്ടും താഴോട്ടും ഇങ്ങനെ പതുക്കെ ബ്രഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഷ് ദി അപ്പർ ടീത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ദ ലോവർ ടീത്ത് ഫ്രം ദ ബോട്ടം ടു ടോപ്പ്.
മേലെന്ന് താഴേക്ക്, താഴ്ന്ന് മേലേക്ക്, അങ്ങനെ തന്നെ. ബ്രഷ് ദ സർഫസ് ഓഫ് ദ ടീത്ത് യൂസ്ഡ് ഫോർ ച്യൂയിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ് പ്രോപ്പർലി. നമ്മൾ ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടീത്തുകളുണ്ടല്ലോ ഉള്ളിലോട്ട്, അതും ഇതുപോലെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് നമ്മൾ ബ്രഷ് ചെയ്യുക. ബ്രഷ് ദ ഇന്നർ സൈഡ് ടീത്ത്, ഉള്ളിലുള്ള ടീത്തുകളും അതുപോലെ ബ്രഷ് ചെയ്യുക. ശേഷം ക്ലീൻ ദ ടങ് വിത്ത് ദ ബ്രഷ്. ബ്രഷ് വെച്ച് തന്നെ ടങ് ക്ലീൻ ചെയ്യുക. അങ്ങനെയാണ് പ്രോപ്പർ മെത്തേഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലീൻ ബോഡി. ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ അവർ ബോഡി. നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യാനാണ് നമ്മൾ കുളിക്കുന്നത്, ബാത്തിങ്. ഓക്കെ, ക്യാൻ യു പ്രസൻറ്റ് ദ വേ യു ബാത്ത് യൂസിങ് ആക്ഷൻസ്? നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ആക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ബാത്തിങ് ഒക്കെ. വാട്ട് ഷുഡ് ബി കീപ്പ് ഇൻ മൈൻഡ് വെൻ വി ടേക്ക് എ ബാത്ത്? നമ്മൾ കുളിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട കാര്യങ്ങൾ? ടേക്ക് എ ബാത്ത് ഡെയിലി കുളിക്കുക. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ് ഉപയോഗിച്ചിട്ട് ബോഡി പാർട്സ് വൃത്തിയായി കഴുകുക. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. പൊല്യൂട്ടഡ് ആയ അല്ലെങ്കിൽ അഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കാതിരിക്കുക. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. ശേഷം നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ എടുത്തിട്ട് നമ്മൾ ബോഡി തുടയ്ക്കുക. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. മറ്റുള്ളവരുടെ ടവൽ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടവൽ മെയിൻറ്റെയിൻ ചെയ്യുക. വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. നമ്മൾ ആ ടവൽ ഉപയോഗിച്ചതിന് ശേഷം അത് ഉണക്കി സൂക്ഷിക്കുക, കഴുകി ഉണക്കി സൂക്ഷിക്കുക. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ പ്രോപ്പർ വേസ് ഓഫ് വാഷിംഗ് ഹാൻഡ്സ്, ബ്രഷിംഗ് ടീത്ത് ആൻഡ് ബാത്തിങ്? ഇപ്പം നമ്മൾ കൈ കഴുകുന്നതും ബ്രഷിങ്ങും ബാത്തിങ്ങിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കി. പ്ലീസ് ഡിസ്കസ് വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ്. അടുത്തത് പറയുന്ന കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ, അതായത് വ്യക്തി ശുചിത്വം. നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട നമ്മളെങ്ങനെ ഹൈജീനാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഇസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ്. പലർക്കും ഈ പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾ വരുന്നത്. ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ്, റാഷ് എക്സെട്ര ആർ സം ഓഫ് ദീസ് ഡിസീസസ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വ്യക്തി ശുചിത്വം ഇല്ലാത്തതുകൊണ്ട് വരുന്ന അസുഖങ്ങളാണ് ഈ 4 ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ്, റാഷ്. വി ക്യാൻ കീപ് മെനി ഡിസീസസ് അവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ. നമ്മൾ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. ഓക്കെ, അടുത്തത് ദ ഡിസിഷൻസ് ഐ മസ്റ്റ് ടേക്ക് ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. എന്തൊക്കെ ഡിസിഷൻസ് ആണ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ബ്രഷ് ട്വൈസ് ഇൻ എ ഡേ. ഒരു ദിവസത്തിൽ 2 തവണ ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രി ഭക്ഷണത്തിന് ശേഷവും. അടുത്തത് വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, അതായത് ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും കൈകൾ കഴുകുക. നെക്സ്റ്റ് ബാത്ത് റെഗുലർലി, വിയർ ഫ്രഷ് ആൻഡ് വാം ക്ലോത്ത്സ്, അതായത് ഡെയിലി കുളിക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ളതും ഉണങ്ങിയതുമായിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. അടുത്തത് ട്രിം ദ നെയിൽസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖങ്ങൾ വെട്ടുക. ഓക്കെ, നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ ക്ലീൻലിനെസ് ആണ്. നമ്മുടെ പരിസരങ്ങൾ എങ്ങനെ ശുചിത്വമാക്കി വെക്കുക, നമ്മുടെ ചുറ്റുപാട് എങ്ങനെ ക്ലീൻ ആക്കുക എന്നാണ്. ഇവിടെ ഒരു സ്കിറ്റ് തന്നിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ് ആണ്. നോക്കാം. അപ്പോൾ ഇതിൽ സീൻ 1 ഹൗസ് ഫ്ലൈനെയും കാണാം, മൊസ്കിറ്റോനെയും കാണാം. ഇവർ രണ്ടാളുടെയും കോൺവെർസേഷൻ ആണ്. മൊസ്കിറ്റോ പറയാണ്, ഹലോ മിസ്റ്റർ ഫ്ലൈ, ഡു യു നോ മീ? എന്നെ അറിയോ എന്ന് ചോദിക്കുകയാണ് ഫ്ലൈനോട്. അപ്പോൾ ഹൗസ് ഫ്ലൈ പറയും, ഹാ ഹാ ഹാ, ഓഫ് കോഴ്സ് ഐ നോ യു. എനിക്കറിയാലോ. യു ആർ ദ ബ്രേവ് വൺ ഹു ഡ്രിങ്ക്സ് ദ ബ്ലഡ് ഓഫ് ഹ്യൂമൻസ് ആറൻറ്റ് യു? നീയല്ലേ മനുഷ്യരുടെ ചോരയൊക്കെ കുടിക്കുന്ന ആളെന്ന് ചോദിക്കും. ഐ എം ഹാപ്പി ടു മീറ്റ് യു ബ്രദർ, യു സ്പ്രെഡ് മെനി ഡിസീസസ്. നിന്നെ കണ്ടതിൽ സന്തോഷം, നീ ഒരുപാട് അസുഖങ്ങൾ പരത്തുന്നുണ്ടല്ലോ. മോസ്കിറ്റോ പറയും, യെസ് മെനി ഡിസീസസ് ലൈക്ക്. അപ്പോൾ ഇവിടെ മോസ്കിറ്റോ പരത്തുന്ന അസുഖങ്ങളാട്ടോ പറയുന്നത്. ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ, മലേറിയ, എലിഫന്റിയാസിസ് ആർ സ്പ്രെഡ് എമംഗ് ഹ്യൂമൻസ് ബിക്കോസ് ഓഫ് മീ. ഇതെല്ലാം ഹ്യൂമൻസിൽ സ്പ്രെഡ് ചെയ്യണത് ഞാനാണ്. ഇറ്റ് മേക്സ് മീ വെരി സാഡ്, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു? അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അസുഖം സ്പ്രെഡ് ചെയ്യണമെന്നുള്ളത്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഹൗസ് ഫ്ലൈ ചോദിക്കുകയാണ്, വേർ ഡു യു ലിവ് ബ്രദർ? നീ എവിടെയാണ് താമസിക്കണം ബ്രദർ? മോസ്കിറ്റോ പറയും, ഇൻ ദിസ് സിറ്റി ഇറ്റ് സെൽഫ്. ഞാൻ ഈ സിറ്റിയിൽ തന്നെ ഉണ്ട്. ദർ ഇസ് എ ഹൗസ് വിത്ത് വേസ്റ്റ് പൈൽഡ് അപ്പ് നിയർ ദ സീവേജ് ട്രെയിൻ. അപ്പോൾ സീവേജ് ട്രെയിനിൻ്റെ അടുത്ത് ഒരു വേസ്റ്റ് ഇങ്ങനെ കൂമ്പാറായിട്ട് കൂടിയ ഒരു വീടുണ്ട്, ഫുൾ അങ്ങനെ കൂട്ടിയിട്ട് വേസ്റ്റ്. ആൻഡ് ദർ ആർ പ്ലേസസ് വിച്ച് ഫിൽഡ് വിത്ത് ഡേർട്ടി വാട്ടർ. അവിടെ അഴുക്ക് ജലവും നന്നായിട്ടുണ്ട്. ആൻഡ് വി ലേ എഗ്സ് ദർ. അവിടെയാണ് ഞങ്ങൾ മുട്ടകൾ ഇടുന്നത്. മൾട്ടിപ്ലൈ ആൻഡ് ടേക്ക് ഓവർ ദ പ്ലേസ്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മുട്ടയിട്ട് പെരുകും. അപ്പോൾ ഇതാണ് മോസ്കിറ്റോൻ്റെ കഥ, മോസ്കിറ്റോൻ്റെ കോൺവെർസേഷൻ. ഈ
Similarly, what would the housefly and the rat have to say to each other, complete their conversation and present it in the class? ഇനി അവിടെ ഒരു റാറ്റ് ഉണ്ട്. റാറ്റും ഈ ഹൗസ് ഫ്ലൈയും തമ്മിൽ ഇതുപോലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളോട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഹൗസ് ഫ്ലൈ റാറ്റിനോട് ചോദിക്കുകയാണ്, വേർ ആർ യു ലിവിങ് റാറ്റ്? റാറ്റ് പറയണേ, ഐ എം ലിവിങ് ഇൻ ദ ഗാർബേജ്. ഞാൻ ആ ഗാർബേജിലാണ്. ഐ എം ദ റീസൺ ഫോർ റാറ്റ് ഫീവർ ലൈക്ക് ഡിസീസസ്. അപ്പോൾ റാറ്റ് പറയാണ്, റാറ്റ് ഫീവർ പോലുള്ള ഡിസീസൊക്കെ ഞാനാണ് പരത്തുന്നത്. അപ്പോൾ ഹൗസ് ഫ്ലൈ പറയും, ഐ എം ഓൾസോ ലിവിങ് ഇൻ എൻ അൺഹൈജീനിക് പ്ലേസ്. ഞാനും ഒരു മലിനമായിട്ടുള്ള പ്ലേസിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഡയറിയ, ടൈഫോയിഡ്, കോളറ ആൻഡ് ഡിസെൻട്രി ആർ ദ കോമൺ ഡിസീസസ് ദാറ്റ് ഐ എം സ്പ്രെഡിങ്. അപ്പോൾ ഹൗസ് ഫ്ലൈ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് എന്തൊക്കെയാണ്? ഇതാ ഡയറിയ, ടൈഫോയിഡ്, കോളറ, ഇതെല്ലാം ഡിസെൻട്രി, ഇതെല്ലാം ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർ പരസ്പരം ഇങ്ങനെ പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്കിറ്റ്? ഹൗസ് ഫ്ലൈ, റാറ്റ് ആൻഡ് മൊസ്കിറ്റോ. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ? ഇവരെങ്ങനെ പെരുകുന്നത്? ദേ മൾട്ടിപ്ലൈഡ് ഇൻ പ്ലേസസ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ. അൺഹൈജീനിക് ആയിട്ടുള്ള ക്ലീൻ അല്ലാത്ത സിറ്റുവേഷനിൽ ഇവർ പെരുകാൻ തുടങ്ങും. വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് ദേ ക്രിയേറ്റ് ഫോർ ഹ്യൂമൻസ്? ഹ്യൂമൻസിന് അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? ഡിസീസസ് ഇവർ ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അടുത്തത്, അവർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ഷുഡ് ബി ക്ലീൻ ഇഫ് യു വോണ്ട് ടു ലിവ് ഹെൽത്തി. നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും നമ്മൾ ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കണം. മൊസ്കിറ്റോസ്, ഫ്ലൈസ് ആൻഡ് റാറ്റ്സ് മൾട്ടിപ്ലൈഡ് ഇൻ പ്ലേസസ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ. അപ്പോൾ ഈ കൊതുകും ഫ്ലൈസും റാറ്റ്സും ഒക്കെ ക്ലീൻ അല്ലാത്ത പ്ലേസസിലാണ് എപ്പോഴും ഉണ്ടാവുക, അത് പെരുകും ചെയ്യും. മെനി ഡിസീസസ് സ്പ്രെഡ് ഡ്യൂ ടു ദീസ് ക്രിയേച്ചേഴ്സ്. ഈ ജീവികൾ കാരണം ഒരുപാട് ഡിസീസസും ഹ്യൂമൻസിന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ബോക്സ് നോക്കൂ, എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? വിത്ത് ദ എയിം ഓഫ് പ്രിവെൻറ്റിംഗ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഡ്രൈ ഡേ ആക്ടിവിറ്റീസ് വെർ കണ്ടക്റ്റഡ് ഇൻ ഓൾ ദി വാർഡ്സ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. ഡ്രൈ ഡേനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ലീഡർഷിപ്പിൽ എന്ത് കണ്ടക്ട് ചെയ്യാണ്? ഡ്രൈ ഡേ കണ്ടക്ട് ചെയ്യാണ്. ക്ലീനിങ് ആക്ടിവിറ്റീസ് വെർ ക്യാരിഡ് ഔട്ട് വിത്ത് എ വ്യൂ ടു എലിമിനേറ്റിംഗ് ദ ഡിസീസ് ക്യാരിങ് മൊസ്കിറ്റോസ്. അപ്പോൾ ഈ ഡ്രൈ ഡേ എന്തിനാണ് ആചരിക്കുന്നതെന്ന് വെച്ചാൽ മൊസ്കിറ്റോസിനെ ഇല്ലാണ്ടാക്കാനാണ്. അതായത് നമ്മുടെ ചുറ്റുപാട് എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, മലിനജലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കളയുക, ഇതൊക്കെയാണ് കൊതുകിനെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഡ്രൈ ഡേ ആചരിക്കുന്നത്. അതുപോലെ മൊസ്കിറ്റോസ് ആസ് ഡെങ്കു ഫീവർ വാസ് റിപ്പോർട്ടഡ് ഇൻ സം വാർഡ്സ് ഓഫ് ദ പഞ്ചായത്ത്. അപ്പോൾ ഡെങ്കു ഫീവറൊക്കെ ചില പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊതുക് എവിടെയെങ്കിലുമൊക്കെ പെരുകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനാണ് ഇവിടെ ഡ്രൈ ഡേ. ഡ്രൈ ഡേയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് അടുത്ത് നോക്കാം. ഡ്രൈ ഡേ, ദർ ആർ ചാൻസസ് ഫോർ അബാൻഡൻ കണ്ടെയ്നേഴ്സ്, coconut shells, tires, bottles, bottle caps and toys in our surroundings to store water. ഡ്രൈ ഡേയിൽ നമ്മൾ കൊതുക് പെരുകാൻ ചാൻസ് ഉള്ള സാധനങ്ങളിൽ നിന്ന് വെള്ളം ഒഴിച്ചു കളയാനാണ്. അതായത് അബാൻഡൻ കണ്ടെയ്നേഴ്സ്, കോക്കനട്ട് ഷെൽ, ചിരട്ടകൾ, ടയർ, ബോട്ടിൽ ക്യാപ്സ്, ടോയ്സ്, ഇതെല്ലാം നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വലിച്ചെറിഞ്ഞതിന് ശേഷം അവിടെ ഇട്ട് കഴിഞ്ഞാൽ മഴവെള്ളം പോലുള്ള മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ അതിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കും. അതിലേക്ക് ഈ കൊതുക് മുട്ടയിടും. ഓക്കെ, അതങ്ങനെ മൊസ്കിറ്റോസ് മേ ലേ ദിയർ എഗ്സ് ഇൻ ദീസ്. അതിലൊക്കെ മുട്ട ഇട്ടതിന് ശേഷം ദേ വിൽ ഹാച്ച് ആൻഡ് റീച്ച് ഫുൾ ഗ്രോത്ത് ഇൻ 8 days. 8 ദിവസം കൊണ്ട് അത് പൂർണ്ണ വളർച്ചയിലെത്തും. ഓക്കെ, അത് വിരിഞ്ഞ് വളർച്ചയിലെത്തും. Therefore, in every 7 days, the water collected in such objects should be drained and the objects that. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവറി 7 days എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ചുറ്റുപാടിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് കിടക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ആ പാത്രങ്ങൾ ഡ്രൈ ആക്കി വെക്കുക കേട്ടോ. കളക്ട് വാട്ടർ ഷുഡ് ബി റിമൂവ്ഡ്. അപ്പോൾ ഇതിലൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും വെള്ളം, അതെല്ലാം ഒഴിച്ചു കളയുക. ആൻഡ് ദിസ് ക്ലീനിങ് പ്രോസസ് ഈസ് കോൾഡ് ഡ്രൈ ഡേ. അപ്പോൾ ഈ ക്ലീനിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന് പറയുക. അടുത്തത്, ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ. വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ആണ് അടുത്ത് പറയാൻ പോണേ. There is chance to catch diseases through the dirty water stored in our surroundings and the unclean water that we drink. നമുക്കറിയാം, നമ്മൾ ഡേർട്ടി വാട്ടർ, നമ്മുടെ ചുറ്റുപാടും ഡേർട്ടി വാട്ടർ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, അല്ല നമ്മൾ അൺക്ലീൻ വാട്ടർ കുടിച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരും. ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ആൻഡ് അതർ ഡിസീസസ് ആർ സ്പ്രെഡ് ത്രൂ വാട്ടർ. അപ്പോൾ വെള്ളത്തിലൂടെ സ്പ്രെഡ് ആവുന്ന ഡിസീസസിൻ്റെ പേര് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ആൻഡ് അതർ ഡിസീസസ് സ്പ്രെഡ് ത്രൂ വാട്ടർ. വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ വി ടേക്ക് ടു പ്രിവെൻറ്റ് ദീസ് ഡിസീസസ്? അപ്പോൾ ഈ ഡിസീസസ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഒരു പോയിന്റ്
പോയിന്റ് അവർ തന്നിട്ടുണ്ട്. യൂസ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അവോയ്ഡ് സ്വിമ്മിങ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. മലിനമായ ജലത്തിൽ പോയി നീന്താനൊന്നും നിൽക്കരുത്. ആ നീന്തുന്ന സമയത്ത് നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയൊക്കെ വെള്ളം കയറി അതിൽ മൂലം നമുക്ക് അസുഖങ്ങൾ വരും. കവർ വെൽസ് വിത്ത് നെറ്റ്. കിണറുകളെല്ലാം നെറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിലും ഇതുപോലെ തന്നെ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അടുത്ത ബോക്സ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ത്രൂ ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ് ആണ്. The water content in our body is lost when we get dysentery. ഡിസെൻട്രി പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയും. ദ വാട്ടർ കണ്ടന്റ് ഷുഡ് ബി റീസ്റ്റോർഡ് ഇൻ ദ ബോഡി. അപ്പോൾ വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ നഷ്ടപ്പെട്ട വെള്ളമൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണമല്ലേ, അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം കുടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ പേഷ്യൻസ് ക്യാൻ ബി ഗിവൺ ദി ഫോളോയിങ്. പെട്ടെന്ന് ഇതുപോലെ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നാൽ എന്തൊക്കെ ചെയ്യാം? സോൾട്ടഡ് റൈസ് വാട്ടർ, അതായത് കഞ്ഞിവെള്ളം അല്ലേ, ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുക. ലൈം ജ്യൂസ് വിത്ത് സോൾട്ട് ആൻഡ് ഷുഗർ ആഡഡ്. പിന്നെയോ നാരങ്ങ വെള്ളം, സോൾട്ടും ഷുഗറും പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്ത് നാരങ്ങ വെള്ളം കുടിക്കുക. സോൾട്ടഡ് ബട്ടർ മിൽക്ക് കുടിക്കുക. കോക്കനട്ട് വാട്ടർ കുടിക്കുക. Then the ORS obtained from the public health center should be mixed in boiled and cooled water and given frequently. അത് ഇപ്പോൾ ഈ സോൾട്ടഡ് ബട്ടർ മിൽക്ക് നമുക്കറിയാം, മോരുവെള്ളം, അതുപോലെ തന്നെ തേങ്ങ വെള്ളം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ORS എന്ന് പറഞ്ഞിട്ട് പബ്ലിക് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് നമുക്ക് പൊടി കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യാം? തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിച്ചാലും നമുക്ക് ആവശ്യമുള്ള ജലത്തിൻ്റെ അംശം ശരീരത്തിന് ലഭിക്കും. അടുത്തത് മൈ സ്കൂൾ ക്ലീൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സ്കൂൾ? ഇസ് അവർ സ്കൂൾ ക്ലീൻ ആൻഡ് നീറ്റ്? ലെറ്റ് us assess. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ തന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ്. സ്കൂൾ ചുറ്റുപാടുകൾ നോക്കുക. സ്കൂളിൽ വേസ്റ്റ് പൈലപ്പ് ചെയ്തിട്ടുണ്ടോ? വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ ടിക്കിടുക, ഇല്ലെങ്കിൽ തെറ്റിടുക. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്, അതായത് വേസ്റ്റ് വാട്ടർ എവിടെയും അടിഞ്ഞു കൂടിയിട്ടില്ല എങ്കിൽ ടിക്കിടുക. നോ പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ലെങ്കിൽ ടിക്ക്, ഉണ്ടെങ്കിൽ ക്രോസ് മാർക്ക് ഇടുക. ബിൻസ് ഫോർ സോർട്ടിങ് ആൻഡ് ഡിപ്പോസിറ്റിംഗ് വേസ്റ്റ്. വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എല്ലാവിടെയും ബിൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടുക. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ ആണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദർ ആർ നോ. പിന്നെ ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ ദർ ആർ നോ കോബ്വെബ്സ് വേസ്റ്റ്, അതായത് മാറാലയും വേസ്റ്റൊന്നുമില്ല ക്ലാസ് റൂമിൽ ഉറപ്പ് വരുത്തുക. ലേണിംഗ് ടൂൾസ് ലൈക്ക് ചാർട്ട്സ് ആൻഡ് അതേഴ്സ് ആർ നോട്ട് ഡസ്റ്റി. നമ്മുടെ ലേണിംഗ് ടൂൾസ് ആയിട്ടുള്ള ചാർട്ടും കാര്യങ്ങളൊക്കെ ക്ലാസ് റൂമിൽ ഉണ്ടാവും, അതൊന്നും പൊടി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. ദർ ആർ ബിൻസ് ഫോർ സോർട്ടിങ് ആൻഡ് ഡിപ്പോസിറ്റിംഗ് വേസ്റ്റ്. വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ബിൻസുകളെല്ലാം ഉണ്ടാവണം ക്ലാസ് റൂമിൽ. ഉണ്ടോ ഇല്ലയോ നോക്കുക. കിച്ചണിൽ ദ യൂട്ടൻസിൽസ് ആർ ക്ലീൻ. കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ക്ലീൻ ആയിരിക്കണം. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. അവിടെയും വേസ്റ്റ് വാട്ടർ ഒന്നും അടിഞ്ഞു കൂടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഫുഡ് വേസ്റ്റ് ഈസ് നോട്ട് സ്കാറ്റേർഡ് അറൗണ്ട്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒന്നും അവിടെയും ഇവിടെയും സ്കാറ്റർ ചെയ്ത് കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ഇത് ബോക്സ് ഫില്ല് ചെയ്യാൻ. സ്കൂൾ യൂറിനൽ ആൻഡ് ടോയ്ലറ്റ്. പിന്നെ സ്കൂളിലെ ടോയ്ലറ്റ് ആണെങ്കിൽ അതും നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ ഇവിടെ ടിക്ക്, അല്ലെങ്കിൽ ക്രോസ്. ദർ ഇസ് സഫിഷ്യൻറ്റ് വാട്ടർ. ആവശ്യത്തിന് വെള്ളം ടോയ്ലറ്റിൽ ഉണ്ടെങ്കിൽ ടിക്ക്, ഇല്ലെങ്കിൽ ക്രോസ്. ഓക്കെ, what other aspects can be added in the table for observing other places in the school like playground, places for hand washing and garden? പിന്നെ നിങ്ങൾക്ക് ഈ ബോക്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സ്കൂൾ പ്ലേ ഗ്രൗണ്ട് എങ്ങനെയാണ്, പ്ലേസസ് ഫോർ ഹാൻഡ് വാഷിംഗ്, ഗാർഡൻ, ഇവിടെയൊക്കെയുള്ള സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ദെൻ നിങ്ങളുടെ ഫൈൻഡിങ് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് വിച്ച് പ്ലേസസ് ഇൻ അവർ സ്കൂൾ ഹാവ് ദ വേസ്റ്റ് ഡിപ്പോസിറ്റഡ് മോസ്റ്റ്. നിങ്ങളുടെ സ്കൂളിൽ വേസ്റ്റ് എവിടെയാണ് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൂടുതൽ എന്നുള്ളത് നിങ്ങളിവിടെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ലെറ്റ് us sort വേസ്റ്റ് ആണ്, നോക്കാം. ഓക്കെ, ഇതിൽ നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് എൽസ് ക്യാൻ ബി ഡൺ ടു മേക്ക് ഇറ്റ് ക്ലീനർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ക്ലീനറായിട്ട് സൂക്ഷിക്കാൻ എന്നുള്ളത് നോക്കാം. കണ്ടല്ലോ, ക്ലാസ് റൂംസിൻ്റെ സ്കൂൾസിൻ്റെ കേസ് തന്നെയാണ്. കീപ് ദ ക്ലാസ് റൂംസ് ക്ലീൻ ആൻഡ് ടൈഡി. ക്ലാസ് റൂമുകൾ ക്ലീൻ ആൻഡ് ടൈഡിയായി സൂക്ഷിക്കുക, അടിച്ചു വാരുക, അങ്ങനെയുള്ള ക്ലീനിങ് വർക്കൊക്കെ ഡെയിലി നടക്കുമല്ലോ. അതുപോലെ കീപ് ദ ടോയ്ലറ്റ്സ് ക്ലീൻ. ടോയ്ലറ്റ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക, ടോയ്ലറ്റ്സ് ഫ്ലഷ് ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യുക. ക്ലീൻ ദ ഹാൻഡ് വാഷിംഗ് ഏരിയാസ് ഇൻ ദ സ്കൂൾ പ്രോപ്പർലി.
പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്ന ഏരിയാസ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. പ്രാക്ടീസ് പ്രോപ്പർ മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റായിട്ട് എവിടെയാണോ വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സ്ഥലം അവിടെ കൊണ്ട് മാത്രം ഡിസ്പോസ് ചെയ്യുക. ആൻഡ് ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ് ആൻഡ് ഫുഡ് വേസ്റ്റ് ടു ദി സറൗണ്ടിങ്സ്. നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റും നമ്മൾ കൊണ്ടുവന്ന ഫുഡിൻ്റെ വേസ്റ്റും ഒന്നും ചുറ്റുപാടിലേക്ക് വലിച്ചെറിയാതിരിക്കുക. അടുത്തത് ഇവിടെ നമുക്ക് 3 ബോക്സ് കാണാം. ഇൻഓർഗാനിക്, ഓർഗാനിക് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്. വൈ കാൺ വി കളക്ട് ഓൾ ദ വേസ്റ്റ് ഇൻ എ സിംഗിൾ ബിൻ? അപ്പോൾ ഈ കുട്ടിയുടെ ഡൗട്ടാണ്, എല്ലാം കൂടി ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോരെ, എന്തിനാ 3 ബാസ്ക്കറ്റ്? എല്ലാം കൂടി ഒന്നിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ലേ? വൈ കാൺ വി ഡിപ്പോസിറ്റ് ഓൾ ദ വേസ്റ്റ് ടുഗെദർ? എന്തുകൊണ്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് കളക്ട് ചെയ്തുകൂടാ? അപ്പോൾ അതിനുള്ള റീസൺ ആണ് ഇവിടെ പറയുന്നുണ്ട്. ദർ ഇസ് വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസസ് ഇൻ സോയിൽ ആൻഡ് വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട്. ചില വേസ്റ്റ് മണ്ണിൽ അലിഞ്ഞ് ചേരില്ലേ, ഡീകമ്പോസ് ചെയ്യും, ചിലത് ഡീകമ്പോസ് ആവില്ല. ലൈക്ക് പ്ലാസ്റ്റിക് ഒന്നും ഡീകമ്പോസ് ആവില്ല. വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസസ് ലൈക്ക് ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾ എക്സെട്ര ആർ കാൾഡ് ഓർഗാനിക് വേസ്റ്റ്. കണ്ടല്ലോ, ഈ ഓർഗാനിക് വേസ്റ്റിൽ വരുന്ന സാധനങ്ങളാണ് പെട്ടെന്ന് ഡീകമ്പോസ് ആവുന്ന സാധനങ്ങൾ. അതായത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് അഴുകി മണ്ണിനോട് ചേരും. അങ്ങനെയുള്ളതാണ് ഓർഗാനിക് വേസ്റ്റ്. ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾ എല്ലാം ഓർഗാനിക് വേസ്റ്റ് ആണ്. And waste that does not decompose like plastic objects are called inorganic waste. ഡീകമ്പോസ് ആവില്ല, നമ്മൾ മണ്ണിലോട്ട് വലിച്ചെറിഞ്ഞാൽ അത് അങ്ങനെ കിടക്കും, അത് മണ്ണിൽ അഴുകി ചേരില്ല. ഡീകമ്പോസ് ആവാത്തത് ഇനോർഗാനിക് വേസ്റ്റ് ആണ്. ദെൻ ഇലക്ട്രോണിക് വേസ്റ്റ്, ബൾബ്സ്, എക്സ്പയർഡ് മെഡിസിൻസ് എക്സെട്ര ആർ ഹസാർഡസ് വേസ്റ്റ്. ഏറ്റവും ഹസാർഡസ് ആയ അപകടകരമായ വേസ്റ്റുകളാണ് എന്ത്? ഇലക്ട്രോണിക് വേസ്റ്റ്. നമ്മൾ യൂസ് ചെയ്യണ മൊബൈലിലെ ബാറ്ററീസ് പോലെയുള്ളത്, അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ത്രോ ചെയ്യണ എല്ലാം ഇലക്ട്രോണിക് വേസ്റ്റായി മാറും. അതുപോലെ ബൾബ്, നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ്, ഇതെല്ലാം വളരെ അധികം അപകടകരമായിട്ടുള്ള വേസ്റ്റുകളാണ്. അതാണ് ഹസാർഡസ് വേസ്റ്റ്. ഇതുകൊണ്ടാണ് ഈ വേസ്റ്റുകളെ തരംതിരിച്ച് 3 ഡസ്റ്റ്ബിന്നിൽ ഇടുന്നത്. ഓക്കെ, കൺവേർട്ടിംഗ് ഫുഡ് വേസ്റ്റ് ഇൻടു മാന്യൂർ ആണ്. ഇവിടെ ഒരു കമ്പോസ്റ്റ് പിറ്റ് കൊടുത്തിട്ടുണ്ട്. Deposit organic waste such as fruits, vegetables, fish and food scraps in a pit and cover it with soil. It will be completely converted into manure in 3 to 4 months time. അപ്പോൾ ഇതാണ് കമ്പോസ്റ്റ് പിറ്റിൻ്റെ കാര്യം. അതായത് നമ്മൾ അതിനകത്ത് ഓർഗാനിക് വേസ്റ്റ് മാത്രമേ ഇടുള്ളൂ. വീടുകളിലൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. ഒരു കുഴി കുഴിച്ച് അതിൽ നമ്മൾ വേസ്റ്റ് ഫുൾ അതിൽ കൊണ്ടുപോയിടുക. നമ്മൾ യൂസ് ചെയ്യണ ഡെയിലി നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കും, ഫിഷ്, അതുപോലെ ഫുഡ് സ്ക്രാപ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വേസ്റ്റ് എല്ലാം നമ്മളിങ്ങനെ ഒരു കമ്പോസ്റ്റ് പിറ്റ് ഉണ്ടാക്കി അതിൽ കൊണ്ടുവന്നിട്ട് ഇടുക. അത് നിറഞ്ഞതിന് ശേഷം അത് നമുക്ക് എന്ത് ചെയ്യാം, അടച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിനുള്ളിൽ നല്ല വളക്കൂറുള്ള കമ്പോസ്റ്റ് പിറ്റായിട്ട് മണ്ണായിട്ട് അത് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ് ടു മാനേജ് കിച്ചൺ വേസ്റ്റ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ? നിങ്ങളുടെ ഹോമിലും സ്കൂളിലൊക്കെ നിങ്ങൾ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസൈക്ലിംഗ്, കമ്പോസ്റ്റിംഗ്, റീയൂസ്, ഇങ്ങനത്തെ മെത്തേഡ്സാണ് നമ്മൾ ആക്ച്വലി ഈ കിച്ചൺ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അടുത്തത്, ഡു നോട്ട് ത്രോ അവേ പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ്. പ്ലാസ്റ്റിക് വലിച്ചെറിയാനും പാടില്ല, കത്തിക്കാനും പാടില്ല. ഹേ കമോൺ, ഡോണ്ട് യു റിമെമ്പർ വാട്ട് വി ലേൺഡ്? വി കാൺ ത്രോ പ്ലാസ്റ്റിക് ലൈക്ക് ദാറ്റ്. ഈ കുട്ടി പ്ലാസ്റ്റിക് വേസ്റ്റ് ചെയ്യാൻ വലിച്ചെറിയാൻ നിൽക്കുമ്പോൾ ഈ ഗേൾ പറയുകയാണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന്. എന്താ കാര്യം നോക്കാം. Why do we say that we can't throw away plastic objects? എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് വലിച്ചെറിയരുത് എന്ന് പറയണത്? ഇറ്റ് ക്രിയേറ്റ്സ് പൊല്യൂഷൻ. അത് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അത് കത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ മണ്ണിനും ഒരുപാട്, സോയിലും പൊല്യൂട്ടഡ് ആവും, എയറും പൊല്യൂട്ടഡ് ആവും. നോട്ട് ഈസിലി ഡീകമ്പോസിബിൾ. ഇതൊരിക്കലും മണ്ണിൽ അഴുകി ചേരില്ല, ഡീകമ്പോസ് ആവില്ല, അങ്ങനെ കിടക്കും. ഹാംഫുൾ ഫോർ ഓൾ ലിവിങ് തിങ്സ്. എല്ലാ ജീവജാലങ്ങൾക്കും പ്ലാസ്റ്റിക് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് വലിച്ചെറിയരുതെന്ന് പറയണത്. അടുത്തത്, വാട്ട് ഡു യു ഫൈൻഡ് ദ പിക്ചർ? ഈ പിക്ചറിൽ കാണുന്നത് ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. എല്ലാം കൂടി കത്തിക്കുന്ന ഒരു പിക്ചറാണ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ് അടുത്തത്. ഇറ്റ് ക്രിയേറ്റ് സോയിൽ ആൻഡ് എയർ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷനും എയർ പൊല്യൂഷനും കാരണമാകും. ഇറ്റ് ക്രിയേറ്റ്സ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഇൻ ഹ്യൂമൻസ്. നമ്മൾ മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? റെസ്പിറേറ്ററി പ്രോബ്ലം, ശ്വസിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, ലങ് ഡിസീസസ് ഒക്കെ വരും കേട്ടോ. അങ്ങനത്തെ ഡിസീസ് എല്ലാം ഈ പൊല്യൂഷൻ കാരണം വരും. ഹാംഫുൾ ടു ദ എക്കോസിസ്റ്റം. മൊത്തം എക്കോസിസ്റ്റത്തിന് തന്നെ, മൊത്തം ജീവജാലങ്ങൾക്കും തന്നെ പ്രശ്നമാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നത്.
പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്ലാസ്റ്റിക് ഹാസ് ബിക്കം ആൻ അൺഅവോയ്ഡബിൾ മെറ്റീരിയൽ ഇൻ അവർ ലൈഫ്സ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ത്രോൺ അവേ ഇൻ ടു ദി സറൗണ്ടിങ്സ് ഓർ ബേൺഡ്, നമ്മളത് വലിച്ചെറിയ കത്തിക്കുകയോ ചെയ്താൽ ഇറ്റ് ക്യാൻ കോസ് മെനി ഹെൽത്ത് പ്രോബ്ലംസ്. അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. The use of single-use plastic bags and plastic bottles should be minimized. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം സിംഗിൾ യൂസ്ഡ് പ്ലാസ്റ്റിക് ബാഗ്സും ഒറ്റ തവണ ഉപയോഗിക്കാവുന്നതൊക്കെ മിനിമൈസ്ഡ് ആക്കുക. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ത്രോൺ അവേ ഇൻ ടു ദി സറൗണ്ടിങ്സ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരിക്കലും നമ്മുടെ പരിസരത്തേക്ക് വലിച്ചെറിയാതിരിക്കുക. ബട്ട് ഷുഡ് ബി സോർട്ടഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ടു ദ ഗാർബേജ് കളക്ടേഴ്സ് ഫോർ റീസൈക്ലിംഗ്. വീടുകളിൽ ഗാർബേജ് കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അത് കൊടുക്കുക. അവരത് റീസൈക്കിൾ ചെയ്തോളും. അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കും, ത്രോ ചെയ്യില്ല. അത് വെച്ച് വേറെ സാധനങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഗാർബേജ് കളക്ട് ചെയ്യണവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ഇതാണ് പ്ലാസ്റ്റിക്കിനെ കുറിച്ച്. അടുത്തത് ലേറ്റസ്റ്റ് ആക്സസിലെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഓർഗാനിക് വേസ്റ്റ്, ഇനോർഗാനിക് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ് തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇനോർഗാനിക് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് കവർ. ഇനോർഗാനിക് വേസ്റ്റിൻ്റെ പ്രത്യേകത അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഡീകമ്പോസിബിൾ ആവാത്ത സാധനങ്ങളാണ്. അടുത്ത് ഓർഗാനിക് വേസ്റ്റ്, ബനാന, വെജിറ്റബിൾ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്. അടുത്തത് ഹസാർഡസ് വേസ്റ്റ് ആണ്. പെസ്റ്റിസൈഡ് ബോട്ടിൽ, ബൾബ്സ്, മെഡിസിൻസ് ഹസാർഡസ് വേസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ ടേബിൾ ടു നോ വെദർ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ആർ ക്ലീൻ. നിങ്ങളോട് ഒരു ഒബ്സർവേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടൊന്ന് നിരീക്ഷിക്കുക. അവിടെ എന്തൊക്കെയാണ് ക്ലീൻ അല്ലാണ്ട് കിടക്കണമെന്ന് നമുക്കപ്പോൾ കാണാൻ പറ്റും. ചിലപ്പോൾ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവിടെ എവിടെയും കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ കുറച്ച് അൺക്ലീൻ ആയിട്ടുള്ള വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം എന്തൊക്കെയാണ് നമ്മുടെ പരിസരത്തുള്ള പ്രശ്നങ്ങളെന്ന് നോക്കുക. എന്നിട്ട് write down the steps you can take to keep your home and surroundings clean based on the information on the table. നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യണം വെച്ചാൽ അങ്ങനെ ക്ലീൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സറൗണ്ടിങ്സ് ക്ലീൻ ആക്കി വെക്കാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പിന്നീട് എഴുതണം. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. അപ്പോൾ ചുറ്റും നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. there is a well in the house. ചുറ്റും അവിടെ ഒരു കിണറുണ്ട്. ഓക്കെ, പക്ഷെ കിണറിന് അടപ്പൊന്നുമില്ല, നെറ്റൊന്നുമില്ല, ഒരു കിണർ മാത്രം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആർ വിസിബിൾ അറൗണ്ട് ദ ഹൗസ്. ചുറ്റുപാടും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ വലിച്ചെറിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റാഗ്നന്റ് വാട്ടർ ഇൻ ദ സീവേജ്. പിന്നെയോ സീവേജ് തുറന്ന് കിടക്കുകയാണ്, അതിലെ മലിനജലം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റും ചോദിച്ചാൽ, സൊല്യൂഷനായിട്ട് നമുക്ക് ആദ്യം ആ വെല്ല് നെറ്റ് വെച്ച് കവർ ചെയ്യാം. കവർ ദ വെൽ വിത്ത് എ നെറ്റ്. കളക്ട് ദ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് ഡിസ്പോസ് പ്രോപ്പർലി. ചുറ്റുപാടും നാം പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം കളക്ട് ചെയ്ത് അത് എവിടെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അവിടെ ഡിസ്പോസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാർബേജ് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കുക. കവർ ദ സീവേജ്. ഇനി സീവേജ് ഒക്കെ ഓപ്പൺ ആയിട്ട് മലിനജലം പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സീവേജ് ആദ്യം കവർ ചെയ്യുക. ആ സ്റ്റാഗ്നന്റ് വാട്ടറുമായിട്ട് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരാത്ത പോലെ അത് മാറ്റുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഇതുപോലെ എന്തൊക്കെയാണ് കാണുന്നത് അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിന് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.